വെൽക്കം ടു വാച്ച് യുവർ സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്നത്തെ വീഡിയോ എനിക്ക് പലതവണയായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മെസ്സേജുകൾ പലത് വരുന്ന പല ക്വസ്റ്റ്യൻസും കൂടി കൂട്ടി ചേർത്തിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. ഒരു ഗാർഡൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, നാട്ടിലൊക്കെ ഏത് ചെടി എവിടെ നട്ടാലും അത് നന്നായിട്ട് വളരും, പൂക്കും. അതിന് പൂക്കുന്നതിന് സമയമൊന്നുമില്ല, ഫുൾ ഇയർ റൗണ്ട് അത് പൂക്കും. അങ്ങനെ ഒരു ഗാർഡനിങ് എക്സ്പീരിയൻസിന് ഇവിടെ വന്നപ്പം ഭയങ്കര ചേഞ്ച് ആയിരുന്നു എനിക്ക്. ബിക്കോസ് ഇവിടുത്തെ ചെടികളും പൂക്കളും പൂക്കുന്ന സമയങ്ങൾ വ്യത്യാസം, പല ടൈപ്പ് ചെടികളുണ്ട്. ഭയങ്കര ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയ ഫസ്റ്റ് ടൈം. അപ്പം ഏത് ചെടി എപ്പോൾ നടണം, എവിടെ നടണം, ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പണ്ട് ഇത് എൻ്റെ ഇംഗ്ലീഷ് ചാനലൊരു യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് മെയിൻലി ഫോർ ഒരു ബേസിക് വേർഷനാണ്, ഹൗ ടു സ്റ്റാർട്ട് എ ഗാർഡൻ ഫ്രം സ്ക്രാച്ച്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ചെടികളെ നമുക്ക് മെയിനായിട്ട് 2 തരത്തിൽ തിരിക്കാം. ആക്ച്വലി ഒരു 3 സെക്ഷനും കൂടി ഉണ്ട്. അത് ഞാൻ ഇന്ന് ബേസിക് വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന് ആനുവൽ, രണ്ടാമത് പെറീനിയൽ. ആനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫുൾ ഇയർ റൗണ്ട് പൂക്കും. ഇയർ റൗണ്ട് എന്ന് പറഞ്ഞാൽ സീസൺ, ഗോയിങ് സീസണാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ ചെടികളാണ് മിക്കവാറും. നാട്ടിലൊക്കെ ഉണ്ടാവുന്ന എല്ലാ ടൈപ്പ് ചെടികൾ, ഇപ്പോൾ നമ്മുടെ ബന്ദി, ചെമ്പരത്തി, നാട്ടിൽ കാണുന്ന ജീനിയ, അങ്ങ് സൺഫ്ലവർ, അതൊക്കെ ആനുവൽസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീസണിൽ അത് പൂത്ത് അതിൻ്റെ ലൈഫ് കഴിഞ്ഞു. വിൻ്ററിൽ തണുപ്പ് അതിന് സഹിക്കാൻ പറ്റില്ല, അപ്പോൾ ഇറ്റ് വിൽ നെവർ കം ബാക്ക്. രണ്ടാമത്തെ കാറ്റഗറി വെച്ചാൽ പെറീനിയൽസ്. പെറീനിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ കൊല്ലവും തിരിച്ചു വരും. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ ബാക്കിൽ കാണുന്ന ട്യൂലിപ്സ് ഒക്കെ പെറീനിയൽസ് ആണ്. പെറീനിയൽസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഹെർബേഷ്യസ് എന്ന് പറയും, ബൾബ് പ്ലാന്റ് ചെയ്യുന്നതാണ് ട്യൂലിപ്പ്, ഡാഫഡിൽസ് ഒക്കെ. പെറീനിയൽ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ നട്ട് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കൊല്ലവും ഇങ്ങനെ പിന്നെയും ചെടി വാങ്ങിച്ച ആനുവൽസ് പോലെ നടേണ്ട ആവശ്യമില്ല. പെറീനിയൽസ് അടുത്ത കൊല്ലം പൊന്തി വരും. ഇപ്പം എൻ്റെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ പണ്ട് ഒരു ഗാർഡൻ ടൂർ വീഡിയോ ഞാൻ ലിങ്ക് ചെയ്യാം കേട്ടോ, ഒരു ഹിബിസ്കസ് കാണിച്ചിരുന്നു. പെറീനിയൽ ഹിബിസ്കസ് ആണ്. നാട്ടിലെ ഹിബിസ്കസ് അല്ല, ഇത്ര വലിയ ഡിന്നർ പ്ലേറ്റിൻ്റെ അത്രയും വലിയ ഹിബിസ്കസ് ആണ്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഉണങ്ങി നിൽക്കുന്ന ഒരു കുറച്ച് കമ്പുകൾ പോലെ തോന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അടിയിലെ വേരുകൾ ടോട്ടലി അലൈവ് ആണ്. ഇപ്പോൾ നെക്സ്റ്റ് അടുത്ത മാസം എൻ്റെയൊക്കെ ആകുമ്പോഴേക്കും ഇത് തന്നെത്താനെ ഇതിൻ്റെ വേരിൽ നിന്ന് പിന്നെയും ചെടി പൊന്തി വരും. അത് പൂക്കും. ആ പൂത്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. നമ്മൾ എന്നിട്ട് ആ ഉണക്ക കമ്പൊക്കെ വെട്ടി നിർത്തിയേക്കുന്നതാണ് ഈ കാണുന്നത്. ഗ്ലാഡിയോലസ് ആണ്. ഗ്ലാഡിയോലസ് പെറീനിയൽ ആണ്. അതിൻ്റെ ബൾബുകൾ മണ്ണിൻ്റെ അടിയിലുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ പൂത്ത് കഴിഞ്ഞു, അത് പോയി. കുറേ ഉണക്ക കമ്പൊക്കെ ഞാൻ ക്ലീൻ ആക്കി. എന്നിട്ട് രണ്ടാമത് ഈ കൊല്ലത്തെ പുതിയത് പൊന്തി വരുന്നതാണ് കാണുന്നത്. നമുക്ക് ജമന്തിയും പെറീനിയലാണ്. ഈ ജമന്തിയാണ് ഈ കാണുന്നത്. കഴിഞ്ഞ കാലത്തെ ഉണക്ക കമ്പുകളാണ് ഈ കാണുന്നത്. അതിൽ നിന്ന് പുതിയത് കിളുത്ത് വന്നാണ് ഈ കൊല്ലം. അപ്പോൾ പെറീനിയൽസിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും ആനുവൽസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ദേ കം ബാക്ക് എവറി ഇയർ. സോ ലോങ് റണ്ണിൽ ആ പൈസ നമ്മൾ കൂടുതൽ പേ ചെയ്യുന്നത് വേർത്താണ്. രണ്ടാമത്തെ കാര്യം ഗ്രോ സോൺ. നിങ്ങൾ ഏത് സോണിലാണ് എന്നുള്ള കാര്യമാണ് അറിയണം. ഫോർ എക്സാമ്പിൾ ഞാൻ US-ൻ്റെ കാര്യമാണ് പറയുന്നത്. സിമിലർലി ഇറ്റ് അപ്ലൈസ് ടു കാനഡ ആൻഡ് യൂറോപ്പ്. ഗ്രോ സോണായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഹോൾ രാജ്യത്തിന്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ സോൺ 6B ആണ്. ഐ തിങ്ക് 1 through 10 ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാത്തിനും Aയും Bയും ഉണ്ട്. അപ്പം ബേസിക്കലി അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെറീനിയൽ എടുക്കുകയാണെങ്കിൽ ആ ചെടി നിങ്ങളുടെ റീജിയനിൽ അത് ഹാർഡിയാണോ? ഹാർഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്ററിൽ അത് കരിഞ്ഞു പോവോ അത് തിരിച്ചു വരുമോ എന്നുള്ളതാണ് ആ ഹാർഡിനെസ് എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്ലാന്റിന്റെ ടാഗിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഹാർഡി ടു സോൺ 9 through 5. അങ്ങനെ പറഞ്ഞെങ്കിൽ 9 through 5, 9, 8, 7, 6, 5 ആ സോണിലൊക്കെ ഇത് നട്ട് കഴിഞ്ഞാൽ വിൻ്ററിൽ തണുപ്പ് അതിന് സഹിക്കാൻ പറ്റും, അത് തിരിച്ചു വരും. ഞാൻ പണ്ട് ബനാനയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ, അതാണ് ഹാർഡ്നെസ് സോൺ. ഞാൻ എൻ്റെ ബ്ലോഗ് പോസ്റ്റിൽ ഈ UK, കാനഡ, യൂറോപ്പ് എല്ലായിടത്തെയും ഈ ഹാർഡ്നെസ് സോണിൻ്റെ നമ്മളെവിടെ പോയി ചെക്ക് ചെയ്യുന്നുള്ള വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബ്ലോഗ് പോസ്റ്റിൽ ലിങ്ക് മുകളിലിടാം, ഡിസ്ക്രിപ്ഷനിലിടാം കേട്ടോ. അപ്പോൾ ബേസിക്കലി അവിടെ പോയി നിങ്ങളുടെ ജിപ്പ് കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞുതരും ഏത് സോണാണെന്ന്. മൂന്നാമത്തെ കാര്യം ഫ്ലവറിങ് ടൈം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെറീനിയൽസിനെ പല സമയത്താണ് പൂക്കുക. ഫോർ എക്സാമ്പിൾ ഇത് എൻ്റെ അടുത്തുള്ള പെറീനിയൽ അലിസം എന്ന് പറഞ്ഞ ചെടിയാണ്. ഞാൻ വിൻ്റർ സോയിങ് സ്റ്റാർട്ട് ചെയ്താൽ കേട്ടോ, വിത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താൽ. വിൻ്റർ സോയിങ് എന്താണെന്ന് ഞാൻ അഗൈൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഭയങ്കര ചീപ്പ് വേ ആണ് ചെടികൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വിത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഏപ്രിലാണ് ഇവിടെ. ഏപ്രിൽ പൂത്ത് കഴിഞ്ഞ് അതിൻ്റെ പണി കഴിയും. പിന്നെ ആ ഇല മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബ്ലാങ്ക് സ്ലേറ്റ് ആണ്, വേറെ കളറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പെറീനിയൽസ് പ്ലാന്റ് ചെയ്യുമ്പം
ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഏരിയയിലൊന്നും ആനുവൽ നടണം, കളർ വരണമെങ്കിൽ. അല്ലെങ്കിൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഓരോ ചെടിയുടെയും ബ്ലൂമിങ് സമയം നോക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാം. ചിലപ്പോൾ ഞാൻ നട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഇത് കഴിയുമ്പോഴേക്കും എനിക്ക് ഇപ്പുറത്തെയും സാധനങ്ങൾ പോകും. അപ്പം കണ്ടിന്യൂസ്ലി എനിക്ക് എപ്പോഴും ഈ സൈഡിൽ കളർ ഉണ്ടാവും. അത് കണ്ടില്ലേ, ഇതിന്റെ ബാക്കിൽ ഇതേ ബഡ് കണ്ടേക്കണം. ബാപ്റ്റീഷ്യ എന്ന് പറയുന്ന സാധനമാണ് കണ്ട, അതിന്റെ മുട്ട് വരുന്നുണ്ടോ. പണ്ട് ഞാൻ എന്റെ ഗാർഡൻ ടൂർ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത് പോപ്പിയാണ്. ഇപ്പം അടുത്ത മാസം പൂക്കുന്ന ചെടികളാണ് ഇത് രണ്ട്. അപ്പൊ ഇത് കഴിയുമ്പോഴേക്കും ഇവിടെയൊക്കെ പിന്നെയും കളർ ഉണ്ടാവും. പിന്നെ ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്തത്, ഇവിടെ കണ്ടോ ചെറിയ ചെറിയ വിത്തുകൾ മുളച്ചേക്കുന്ന ഇതൊക്കെ ആനുവൽസ് ആണ്. ആനുവൽസ് ഞാൻ പൈസ കൊടുത്തിട്ട് ഇൻഡിവിജ്വൽ ചെടി വാങ്ങുന്നതിന് പകരം വിത്തിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി ഞാൻ വന്ന് എനിക്കൊന്ന് കഴിഞ്ഞ മാസം ഒരു വീഡിയോയിൽ ഞാൻ ഡയറക്റ്റ്ലി ഒന്ന് വിടുന്നതല്ലേ, അതൊക്കെ മുളച്ചേക്കുന്ന കാണുന്നത്. കാലിഫോർണിയ പോപ്പിയാണ് സൈഡിൽ കാണുന്നത്. ഇത് ഞാൻ മെറിഗോൾഡിലാണ് ഇട്ടത്. ഇത് ഹോമിയോ മരുന്നാണ്, കലണ്ടില ഈ കാണുന്ന മുഴുവനും. അപ്പോൾ ഇതൊക്കെ അന്ന് വന്ന് ഇട്ടതാണ്. അപ്പം ഇത് കഴിയുമ്പോഴേക്കും അതൊക്കെ വന്ന് കണ്ടിന്യൂസ്ലി ഇവിടെ പൂത്തോളും. ആ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ബ്ലൂമിങ് ടൈം ഓരോ ചെടിയുടെയും നോക്കിയിട്ട് അത് അനുസരിച്ചിട്ട് അടുത്തടുത്ത് പ്ലാന്റ് ചെയ്യുക. അലോങ് ദ സെയിം ലൈൻസ് ചില പെരീനിയൽസ് കുറേ നാൾ ബ്ലൂം ചെയ്ത് വെക്കും. മറ്റേതുപോലെ ഒരു 3 ആഴ്ച കഴിഞ്ഞാലും നിൽക്കില്ല. ഫോർ എക്സാമ്പിൾ ഇത് കാറ്റ്മിൻറ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇതിൽ ഓൾറെഡി മുട്ട് വന്നു തുടങ്ങി. ഇത് ഒരു 2 മാസമൊക്കെ കണ്ടിന്യൂസ്ലി പൂത്ത് നിൽക്കുന്ന സാധനമാണ്. ഈ റോസ് എൻ്റെ ലേഡി ഓഫ് ഷാലറ്റ് എന്ന് പറഞ്ഞ റോസാണ്. ഇത് ക്ലൈംബിംഗ് റോസാണ്. അതിനെ ഫുള്ള് ഞാൻ ഇങ്ങനെ വയറ് കെട്ടി ഡെക്കിൻ്റെ മുകളിലേക്ക് കയറ്റിയേക്കുന്നതാണ്. ഇതിലിതേ മുട്ട് വന്നു തുടങ്ങി. അപ്പോൾ ഇത് പൂക്കുമ്പോൾ ഇതും പൂക്കും. അപ്പോൾ നല്ല കോമ്പിനേഷനാണ്. ഇത് നല്ലൊരു ലാവൻഡർ പർപ്പിൾ കളർന്ന പൂക്കളാണ്, 2 സൈഡിലുണ്ട്. ഇത് ഒരു യെല്ലോയിഷ് ഓറഞ്ചാണ്. അപ്പോൾ രണ്ടും കൂടി നല്ല കോൺട്രാസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. അപ്പം അങ്ങനെ നമുക്ക് ചെടി നടാം. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ ചെടികളാണ് സ്പ്രിങ്ങിലും ഫോളിലും സമ്മറൈസ് ചെയ്യുന്നുള്ള ലിസ്റ്റാണിത്. ജനറലി കാണുന്ന ചെടികളാണ്. അപ്പോൾ ഈ ചെടികൾ ഞാൻ പറഞ്ഞ പോലെ ബ്ലോഗിൽ എൻ്റെ ഈ ഡീറ്റെയിൽഡ് ബ്ലോഗ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ മെജോറിറ്റി സാധനവും ഞാൻ വളർത്തിയേക്കുന്നതാണ്. ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാം എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്ലോഗിൽ പോയിട്ട് ആ പൂവിൻ്റെ പേര് അല്ലെങ്കിൽ ചെടിയുടെ പേര് നിങ്ങൾ സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ കിട്ടും. ബിക്കോസ് എല്ലാം കൂടി ഞാൻ ബ്ലോഗ് പോസ്റ്റിൽ ഇട്ടിട്ടില്ല. പക്ഷേ പലതവണയായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ഒക്കെ എൻ്റെ ബ്ലോഗിലുണ്ട്. അപ്പോൾ ഈ ചെടി നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്താൽ മതി ബ്ലോഗിൽ. അതേപോലെ തന്നെ സമ്മറിൽ ബ്ലൂം ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് ചെടികളാണിത്. ഈ ഓരോ ചെടികളെയും ഫുൾ സൺ, പാർട്ട് സൺ, ഷെയ്ഡ് എന്ന കാറ്റഗറിയിൽ തിരിച്ചിട്ടുണ്ട്. സോ യു നോ വേർ ടു പ്ലാന്റ് ഇറ്റ് ഓൾസോ. അടുത്ത കാര്യം സൺ റിക്വയർമെൻറ്റ്സ് ആണ്. ഇത് മെയിനായിട്ട് എഫക്ട് ചെയ്യുന്ന പെരീനിയൽസിനെയാണ്. പക്ഷേ ആനുവൽസും ഉണ്ട്, കുറച്ച് ഷെയ്ഡ് ലവിങ് ആനുവൽസ്. ബട്ട് ജനറലി ആനുവൽസ് മിക്കതും സൺ ലവിങ് ആണ്. നിങ്ങൾ ഒരു ചെടി നടുമ്പം അതിന് എത്ര സൺ കിട്ടും എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സണ്ണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് തന്നെ 3 തരത്തിൽ തിരിക്കാം നമുക്ക്. ഒന്ന് ഫുൾ സൺ. ഫുൾ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പോട്ടിന് 6 മണിക്കൂറോ അതിൽ കൂടുതലോ സൺലൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഫുൾ സൺ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് സൺ. അത് പാർട്ട് സൺ, പാർട്ട് ഷെയ്ഡ് എന്ന് പറയും. ഇത് 3 to 6 hours സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തിനാണ് പാർട്ട് സൺ എന്ന് പറയുന്നത്. വേറെ ഫുൾ ഷെയ്ഡ് അല്ലെങ്കിൽ ഷെയ്ഡ് എന്ന് പറയുന്നത് 3 മണിക്കൂർ താഴെ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയ്ക്കാണ് ഷെയ്ഡ് എന്ന് പറയുന്നത്. സൺലൈറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന വെയിലടിക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്ക് യാർഡാണിത്. ഇത് ഇറ്റ്സ് ആൻ ഈസ്റ്റ് ഫേസിങ് യാർഡ്. ഈസ്റ്റ് ഫേസിങ് യാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ യാർഡിൽ തന്നെ പല കണ്ടീഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ നിൽക്കുന്ന ഏരിയ ഉണ്ടല്ലോ, ഈ ഭാഗത്ത് ഇറ്റ്സ് എ ഷെയ്ഡ്. ആക്ച്വലി ഇപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂല അത് ഷെയ്ഡാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ അയൽവാസിയുടെ ക്രേപ്പ് മർട്ടിൽ മരമുണ്ട്. അത് ലീഫ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ലീഫ് ഇല്ലാത്തടത്തോളം കാലം ഇവിടെ നല്ല ഫുൾ സണ്ണാണ്. ഈ വീടിൻ്റെ തണൽ മാത്രമേ നമുക്ക് അത് ഈ സമയത്ത് ഷെയ്ഡ് ആവുള്ളൂ. ഇതിപ്പോൾ വിത്തിൻ 2-3 വീക്സ് ഫുൾ ഇല വരും. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ ഏരിയ മുഴുവൻ ഷെയ്ഡായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാനിപ്പോൾ ഈ ഏരിയയിലൊക്കെ ഡാഫഡിൽസ് ഒക്കെ നട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡാഫഡിൽസിന് സൺ ആവശ്യമാണ്. ഡാഫഡിൽ പൂക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഫുൾ സൺ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ ഫുൾ സണ്ണിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഈ സമയത്ത് നട്ടിന് കുഴപ്പമില്ല. അതേസമയം സമ്മറിൽ പൂക്കുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കൊളംബൈൻ ഓൾമോസ്റ്റ് പൂത്ത് തുടങ്ങി. ഇവിടെ കുറേ ഡെൽഫീനിയം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഹോസ്റ്റ ഉണ്ട്, ആസ്റ്റിൽബി ഉണ്ട്. അതൊക്കെ ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണ്. അതൊക്കെ ഈ സമയത്ത് നമ്മൾ സമ്മറിൽ പൂക്കുന്നതുകൊണ്ട് ആ സമയത്ത് ഇവിടെ ഷെയ്ഡ് വരുന്നതുകൊണ്ട് ആണ് ഈ ഏരിയയിലൊക്കെ നട്ടേക്കുന്നത്. അതേസമയം ഈ സ്പോട്ടിൽ വീടിൻ്റെ തണൽ ഫുൾ ടൈം അടിക്കുന്നുണ്ട്. കുറച്ച് നേരം മാത്രമേ വെയിൽ കിട്ടുള്ളൂ. അത് കാരണം ഇത് കംപ്ലീറ്റ്ലി ഷെയ്ഡ് ലവിങ് സൈഡാണ് മുഴുവനും. ഇവിടെ ഒരു ഓക്ക് ലീഫ് ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞ ഹൈഡ്രാഞ്ചിയ ഉണ്ട്. ഇത് ഷെയ്ഡ് ലവിങ് ആണ്. ഹോസ്റ്റ, ഇത് റോഡറൻഡൻ, അസീലിയ, മംസ് പാർട്ട് സണ്ണും ഫുൾ സണ്ണിലൊക്കെ വർക്ക് ചെയ്യും. വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് പ്ലാന്റിൻ്റെ ഇവൻച്വൽ ഹൈറ്റും വിഡ്ത്തുമാണ്. ഇതും അഗൈൻ പ്ലാന്റ് ടാഗ് ഇസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ നമ്മളൊരു ചെടി നടുമ്പം ആ സമയത്ത് അത് ചെറുതായിരിക്കും, പക്ഷേ വിത്തിൻ എ ഫ്യൂ ഇയേഴ്സ് ഇറ്റ് വിൽ ഗ്രോ ബിഗ്.
അപ്പോൾ ആ ഒരു എൻ്റെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടി എന്തോരം വലുതാവുന്നുള്ള കാര്യം കൂടി നമ്മൾ ഒരു ചെടി നടുമ്പം അതും ആലോചിക്കണം. അത്രയും സ്പേസ് അതിന് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇത് സ്റ്റാർട്ട് ഔട്ട് ചെയ്ത ഭയങ്കര ഒരു 2 കമ്പുള്ള ചെടിയായിട്ടാണ് 2 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പം നല്ല സ്പ്രെഡ് ഔട്ടായി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കുക. പിന്നെ വേറെ കാര്യം വെച്ചാൽ നിങ്ങളൊരു ചെടി ഒരു സ്ഥലത്ത് നട്ട് അത് വർക്ക് ചെയ്യുന്നില്ലാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഫീൽ ഫ്രീ ആയി കുഴിച്ചെടുത്തിട്ട് വേറെ സ്ഥലത്ത് നടാം. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ ഹോസ്റ്റ. ഇതിൻ്റെ 3ാമത്തെ സ്പോട്ടാണ്. എന്ന് വെച്ചാൽ ആദ്യം അപ്പർ സൈഡിലായിരുന്നു. ഞാനിതിൻ്റെ പ്ലാന്റ് ടാഗ് മര്യാദയ്ക്ക് വായിച്ചില്ല, ഇതിന് പൊക്കമില്ലാന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. ആദ്യം കൊണ്ടേ ബാക്കിൽ നട്ടു. അപ്പോൾ ഇത് വളർന്നു വരുന്നത് തീരെ കാണുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ബാക്കിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒച്ചിൻ്റെ ശല്യമായിരുന്നു. ഫുൾ ടൈം ഒച്ചു വന്ന് തിന്നിട്ട് ഇതിൻ്റെ 2 ഇല ഞാൻ മൊത്തം കണ്ടിട്ടുള്ളൂ 1 കൊല്ലം. അവിടെ അതിൽ നിന്ന് മാറ്റി ഞാൻ അപ്പർ സൈഡിൽ കൊണ്ട് നട്ടു. അവിടെ ഇതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ചെടി ഭയങ്കരമായിട്ട് വലുതായിട്ട് ഇതിനെ കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്ത് കളഞ്ഞു. അപ്പം അതിൽ നിന്ന് മാറ്റിയിട്ട് ഈ സ്ഥലത്ത് ഈ സ്പ്രിങ്ങിൽ ഇപ്പോൾ കഴിഞ്ഞ മാസം കൊണ്ടേ മാറ്റി നട്ടതാണ്. അതേപോലെ തന്നെ എൻ്റെ ഈ സൈഡ് കംപ്ലീറ്റ്ലി ഫുൾ സണ്ണാണ്. അത് കാരണം ഈ സൈഡ് മുഴുവനും സൺഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഞാൻ നട്ടേക്കുന്നത്. അടുത്ത കുറച്ച് ടിപ്സ് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ പ്ലാന്റ് ടാഗ് നോക്കുക. ചെടിയുടെ പൊക്കമുള്ള ചെടി ബാക്കിൽ നടുക. അപ്പോൾ പിന്നെ നമുക്ക് മുമ്പിലത്തെ ചെറിയ ചെടികൾ കാണാൻ പറ്റും. ഇതിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ മാസം പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ലില്ലി ഞാൻ മാറ്റി നടുകയെന്ന്. ലില്ലി ഇതിൻ്റെ ബാക്കിലായിരുന്നു. ഈ ചെടി വന്നിട്ട് അതിനെ ഹൈഡ് ചെയ്തിട്ട് ഞാൻ അത് കാരണം ഇങ്ങോട്ടേക്ക് മാറ്റി നട്ടിട്ടുണ്ട്. പിന്നെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെഡുകൾ മൾച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ റിട്ടൻഷന് നല്ലതാണ്. സമ്മറിൽ അത് നമ്മൾ അധികം എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട മൾച്ച് ചെയ്ത് കഴിഞ്ഞാൽ. വിൻ്ററിൽ അതേപോലെ തന്നെ അത് കോൾഡ് വെതറിന് അഗേൻസ്റ്റ് പ്രൊട്ടക്ഷനുമാണ്. വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പെരീനിയൽസിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി പെരീനിയൽസിനെ പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ സ്ലീപ്പ് ദ ഫസ്റ്റ് ഇയർ, ദേ ക്രീപ്പ് ദ സെക്കൻഡ് ഇയർ, ദേ ലീവ് ദ തേർഡ് ഇയർ. തേർഡ് ഇയർ ആകുമ്പോഴാണ് ഫുൾ വിഗർ നന്നായിട്ട് പൂത്ത് നല്ല ചെടിയാവുക. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് വളർന്നോളും. ആദ്യത്തെ 2 കൊല്ലം ജസ്റ്റ് ബി പേഷ്യൻ്റ് വിത്ത് പെരീനിയൽ. ലാസ്റ്റ് പോയിന്റ്, ചില ചെടികൾക്ക് അസിഡിക് സോയിൽ ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ അസീലിയ, റോഡോഡൻ എന്ന് പറയുന്ന സാധനങ്ങൾക്കൊക്കെ നന്നായിട്ട് പൂക്കുന്നില്ലെങ്കിൽ അതായിരുന്നു മെയിൻ റീസൺ. അപ്പോൾ നിങ്ങൾ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് സോയിൽ അസിഡിഫയർ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ടാലും മതി. ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇവിടെ ഇഷ്ടംമാതിരി പൂക്കൾ ഫുൾ ടൈം പൂക്കുന്ന ഒരു ഗാർഡൻ കുറച്ച് പ്ലാനിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. അത് സക്സസ്ഫുള്ളി നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് റീച്ച് ഔട്ട് ടു മീ. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അതെയോ ഈവൻ കമൻസ് ആയിട്ട് ഇമെയിലായിട്ടും ഒക്കെ എന്നെ റീച്ച് ചെയ്യാം. I'll try to help out as much as I can. അപ്പോൾ hopefully this video was useful to at least some of you. അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. Thank you for watching.